ഹലോ എവരി വൺ, ഹോപ്പ് യു ഓൾ ഗുഡ്. ഇന്നൊരു ഓഫുള്ള ദിവസം ഞാൻ ചുമ്മാ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫ്രണ്ട് അശ്വതി വിളിച്ചിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുന്നത്. ആക്ച്വലി ഞാനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്നുള്ള മൂഡിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മറീന ബീച്ച് പോകാന്നുള്ള പ്ലാനിൽ പുറത്തേക്ക് ഇറങ്ങി. അശ്വതിയും ഹസ്ബൻഡും അമ്മയും അവരുടെ വണ്ടിയിലും ഞങ്ങളുടെ വണ്ടിയിലായിട്ടാണ് ഇറങ്ങിയത്. മറീനയിലേക്കുള്ള പ്ലാൻ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി, കാരണം അവിടേക്ക് നല്ല ട്രാഫിക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് ആക്കി. ഗ്ലോബൽ വില്ലേജിൽ ഞാനിതിപ്പോൾ 2-3 വട്ടം പോയിട്ടുണ്ട്. ഇതെനിക്ക് 4ാമത്തെ വട്ടമാണെന്നാണ് തോന്നുന്നത്. അമ്മേനെ ഒന്നും ഇതുവരെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് തന്നെ ഞങ്ങൾ ഫിക്സ് ചെയ്തു. ഗ്ലോബൽ വില്ലേജ് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആകെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നടന്ന് അലയും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നടക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളല്ല. പിന്നെ അജു ആണെങ്കിൽ എന്നേക്കാൾ അതാണ്, ഒട്ടും ഇഷ്ടമല്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണാനുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും എക്സിബിഷൻസ് ആണ്. എക്സിബിഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെ കൾച്ചറലായിട്ടുള്ളത്, ഫുഡായിട്ടുള്ളത്, പിന്നെ അവരുടെ ഡ്രസ്സിങ്, എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട അതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. പിന്നെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡ് സ്റ്റാളുകളാണ്. ഇവിടെ നമുക്ക് പല തരത്തിലുള്ള വെറൈറ്റി ഫുഡ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ശരിക്കും ഇവിടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് പറ്റിയൊരു സ്ഥലമാണിത്. അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. അതേപോലെ തന്നെ ഇവിടെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ സ്റ്റേജസ് കാണുന്ന പ്രോഗ്രാംസ്. ഓരോ രാജ്യത്തിൻ്റെയും ട്രഡീഷണൽ ആയിട്ടുള്ള വെറൈറ്റി കൾച്ചറൽ പ്രോഗ്രാംസ് നമുക്ക് കാണാൻ കഴിയും. അത് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾ വന്നപ്പോൾ ഒരു പ്രോഗ്രാം ശരിക്കും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല, കാരണം ഞങ്ങൾ ഇറങ്ങിയത് ലേറ്റായിട്ടാണ്. ഇവിടെ ക്ലോസ് ചെയ്തത് 1 മണിക്കോ മറ്റോ ആണ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും തന്നെ 10 മണി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ശരിക്കുള്ള പ്രോഗ്രാംസ് ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാൾ എൻജോയ് ചെയ്തത് ഈഡനാണ്. അവൻ നന്നായി അവിടെ ഓടിക്കളിച്ചു. പിന്നെ അവൻ അവിടുന്ന് അവൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള 1-2 കമ്പാനിയൻസിനെയും കിട്ടി. അശ്വതിയുടെ കുഞ്ഞിന് 2.5 മാസമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ സാധാരണ പുറത്ത് പോകുമ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ടാവാറ് അശ്വതിയും അഭിനും അല്ലെങ്കിൽ വീരയും വിജയും. ഞങ്ങൾ അധികം ഇവൻ്റെ കൂടെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങാറ്. അങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ ഇറങ്ങാമെന്നുള്ള പ്ലാൻ. അപ്പോഴേക്കും എല്ലാവരും അത്യാവശ്യം ടയേർഡായിരുന്നു. ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്നുള്ള തീരുമാനത്തോടെ ഞങ്ങൾ നേരെ പോയത് കരാമയിലേക്കായിരുന്നു. നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ. ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു. അശ്വതിയും അഭിനും ഷാർജയിലാണ് താമസിക്കുന്നത്.